പിണറായി സർക്കാർ 10 വർഷം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭരിച്ച മുഖ്യമന്ത്രി എന്ന റെക്കോർഡും പിണറായി സ്വന്തമാക്കി. 10 വർഷം കേരളത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത്? 10 വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കും? എന്തായാലും പിണറായി സർക്കാരിന് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമടക്കം നമ്മൾ നേരിട്ടതാണ്. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും കൊറോണയും നിപ്പയും അങ്ങനെ വലിയ വലിയ ദുരന്തങ്ങൾ നേരിട്ടപ്പോൾ സർവ്വസന്നാഹവുമായി കൂടെ നിന്നത് പിണറായി സർക്കാർ തന്നെയാണ്. എന്നാൽ പൂർണ്ണമായും ജനങ്ങളുടെ പിന്തുണയും അതുപോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്ര വലിയ ദുരന്തങ്ങളെ ഒരുമിച്ച് നിന്ന് നേരിടാനും അതിനെല്ലാം മറികടന്ന് ഇപ്പോഴും എല്ലാം പൂർണ്ണസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിച്ചത്. എന്നാൽ പോലും പിണറായി സർക്കാർ കൊണ്ടുവന്ന വലിയ കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല. നിരവധി കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി കൊണ്ടുവന്നുവെന്ന് പിണറായി സർക്കാർ തന്നെയാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും നവകേരളം പദ്ധതിയുടെ ഭാഗമായി വിവിധ എക്സിബിഷനുകളാണ് കേരളത്തിൽ സംഘടിപ്പിച്ചത്. 14 ജില്ലകളിലും മനോഹരമായി തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഉടൻ തന്നെ അതിന് അവസാനവുമായി. എന്നാൽ ഇനിയും വലിയ വികസനങ്ങൾ കേരളത്തിന് കൊണ്ടുവരുവാൻ തടസ്സം നിൽക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് പിണറായി വിജയൻ തന്നെ പറയുന്നു. കോഴിക്കോട് നടന്ന മാധ്യമപ്രവർത്തകരുമായുള്ള ചർച്ചയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. കേരളത്തിൽ ഇനിയും വികസനം കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടെന്നും പിണറായി വിജയൻ തന്നെ പറയുന്നു. എന്നാൽ അതിനെതിരെ നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണെന്നും പറയുന്നു. വയനാട് ഉൾപ്പെടെയുള്ള ദുരിതബാധിത മേഖലകളിൽ ശക്തമായ പ്രതികരണവും ഇതിന് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. എന്തായാലും പിണറായി സർക്കാരിന്റെ എത്രത്തോളം പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കിയതെന്നും കേരളത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പിണറായി വിജയൻ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ ഭരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ വികസന പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ രംഗത്ത് വരികയാണ്. വികസനത്തിന്റെയും പുരോഗതിയുടെയും 9 വർഷങ്ങളായിരുന്നു പിന്നിട്ടതെന്നും നവകേരള നയമാണ് ഇടത് സർക്കാർ നടപ്പിലാക്കിയതെന്നുമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഏതാനും ചുവടുകൾ കൂടിയേ ഇനി മുന്നിലുള്ളൂ എന്നും അദ്ദേഹം കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. കേരളയിൽ ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ അതിന് പാരവെച്ചത് കേരളത്തിലെ BJP നേതൃത്വമാണെന്നും പരോക്ഷമായി പറയുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് സർക്കാരിന് ഇപ്പോൾ ഉള്ളത്. ജില്ലകൾ കേന്ദ്രീകരിച്ച് സർക്കാരിന്റെ വാർഷികാഘോഷം നടക്കുകയാണ് ഇപ്പോൾ. എല്ലാത്തിനും മികച്ച പങ്കാളിത്തവും ഇപ്പോഴുണ്ട്. ക്രിയാത്മക ചർച്ചകളുടെ വേദി കൂടിയായിരുന്നു നവകേരളം പദ്ധതികൾ. സാമ്പത്തിക വികസനവും സാമൂഹ്യ നീതിയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും കഴിഞ്ഞ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിലെ പുരോഗതി വാർഷിക വേളകളിൽ പൊതുജനത്തിന് മുമ്പിൽ തുറന്നു കാട്ടുന്നുണ്ടെന്നും കോവിഡ് കാലത്ത് പല മേഖലകളിലും തകർച്ച ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുകയാണ് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമുണ്ടായെന്നും അതിനെയും അതിജീവിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സർക്കാരിനെ വെല്ലുവിളിച്ചവരെല്ലാം നിശബ്ദരായെന്നും വാർഷികാഘോഷ പരിപാടികളിൽ വലിയ ജനമുന്നേറ്റം ഉണ്ടാകുന്നുവെന്നും മുഖ്യമന്ത്രി പറയുന്നു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് നേട്ടമാണെന്നും ദേശീയപാത വികസനം സാധ്യമായത് ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം എന്നിവയെല്ലാം സർക്കാരിന്റെ നേട്ടങ്ങളായി. UDF സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പദ്ധതിയും നടപ്പിലാക്കി. വൈദ്യുതി, കാർഷിക, വ്യവസായിക മേഖലകളിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കി. ആയുർവേദ ഗവേഷണ കേന്ദ്രം, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, മലയോര ഹൈവേ, വാട്ടർ മെട്രോ എന്നിവ വൻ പദ്ധതികളാണ്. ഭവനരഹിതരില്ലാത്ത കേരള പദ്ധതി സാക്ഷാത്കരിക്കാൻ നടപടി സ്വീകരിച്ചു അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ ഇല്ലാതായെന്നും അദ്ദേഹം എടുത്തു പറയുന്നു. വിഴിഞ്ഞം പദ്ധതിക്ക് കല്ലിട്ടത് UDF കാലത്താണെന്നും എന്നാൽ 100% പ്രവൃത്തികളും നടന്നത് LDF കാലത്താണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. PSC വഴി നിയമനം സുതാര്യമാക്കിയെന്നും രാജ്യത്തെ ആകെ നിയമനങ്ങളിൽ 42% കേരളത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ അനുമതിയോടെ മാത്രമേ സിൽവർ ലൈൻ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. സാധാരണ നിലയിൽ ആരും അതിന് എതിര് നിൽക്കില്ല. രാജ്യം പുരോഗമിക്കേണ്ട കാര്യങ്ങളെ പറ്റി കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എതിര് നിൽക്കേണ്ട കാര്യവുമില്ല. ഉത്തമ വിശ്വാസത്തോടെയാണ് പദ്ധതി മുന്നോട്ട് വെച്ചത്. എന്നാൽ പദ്ധതി മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ
അത്യന്തം നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ആ പദ്ധതിക്ക് അംഗീകാരം നൽകിയില്ല എന്ന് നിലവന്നു. അതിനിടയാക്കിയത് ഇവിടെയുള്ള ചില ആളുകളുമാണ്. ഇപ്പോൾ ഇത് വേണ്ടെന്ന നിലപാട് എടുക്കുകയും ചെയ്തു. പദ്ധതി വേണ്ട എന്നല്ല പറഞ്ഞത്, ഇപ്പോൾ വേണ്ട എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ രാജ്യത്തിന്റെ വികസനമാണല്ലോ. കേന്ദ്രം അതിനൊപ്പം നിൽക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ വികസന വിരുദ്ധരുടെ കാഴ്ചപ്പാടിന് ഒപ്പമാണ് കേന്ദ്രം നിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്.